വയനാട്ടിലെ ഈ ഉരുൾപൊട്ടൽ ദുരന്തം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ വ്യാപകമായി കവർ ചെയ്യുന്നു. വിദേശ മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വയനാട്ടിലുണ്ട്. BBC-യും അതേപോലെ അൽ ജസീറ തുടങ്ങിയ ലോക മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ദുരന്തത്തിൻ്റെ കാഴ്ചകൾ പകർത്താൻ വയനാട്ടിലെത്തിയിട്ടുണ്ട്. എങ്ങനെയാണാവോ ഈ വിദേശ മാധ്യമങ്ങൾ ഈ നമ്മുടെ ഈ അത്യാഹിതത്തെ നോക്കിക്കാണുന്നത്? എന്തായാലും മാത്രമല്ല, ഇതിനിടയിൽ വന്നൊരു വാർത്തയും നമ്മളെ ആവേശം കൊള്ളിച്ചു. ദുരിതബാധിതർക്കായി പ്രാർത്ഥിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു. PP ജെയിംസ് നമുക്കൊപ്പം ചേരുകയാണ്. PP ജെയിംസ്, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് വേൾഡ് മാധ്യമങ്ങൾ നമ്മുടെ ഈ അത്യാഹിതത്തിൽ എങ്ങനെയാണ് നമുക്കൊപ്പം ചേർന്ന് നിൽക്കുന്നത്? SKN യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നല്ല രീതിയിലല്ലെങ്കിലും സങ്കടകരമായ രീതിയിലാണ് കേരളം നിറഞ്ഞു നിന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ വയനാട് ഒരു സെൻറ്റർ ഓഫ് ടോക്കായിട്ട് മാറിയിരിക്കുന്ന ഒരു ഇതാണ്. ചൈനയിലെ സിൻഹുവ ഏജൻസി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മരണസംഖ്യ 400-ലേറെ കടക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് കേരള മുഖ്യമന്ത്രിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് ചൈനീസ് ഏജൻസി ആയിട്ടുള്ള സിൻഹുവ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് കവർ ചെയ്യുന്നത് BBC തന്നെയാണ്, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. അവർ പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് 2018 പ്രളയമുണ്ടായപ്പോൾ കേരളത്തിലെ 400ഓളം പേരാണ് മരണമടഞ്ഞത്. ഔദ്യോഗിക കണക്കനുസരിച്ച് 205-200 പേരെ കാണാതായതടക്കം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് BBC ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഏറെ സാന്നിധ്യമുള്ള അൽ ജസീറ ഇതിൻ്റെ ടിക്കർ അടക്കം നിരന്തരമായി വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, മരണസംഖ്യ അടക്കമുള്ള കാര്യങ്ങളിൽ. ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങളായിരിക്കും SKN ഇത് തുടങ്ങിയ സമയത്ത് അവർക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് പിടികിട്ടിയില്ലായിരിക്കും. ഇവിടുത്തെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്ത് കുറേ കഴിഞ്ഞാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് ഇതിൻ്റെ ഇത്രയും വലിയ വിപത്തിലേക്കാണ് കാര്യങ്ങൾ പോയതെന്ന് മനസ്സിലാവുന്നത്. ഞാൻ ഓർക്കുന്നു, രാജ്ദീപ് സർദേശായി, ഇന്ത്യ ടുഡേയുടെ രാജ്ദീപ് സർദേശായി വിളിച്ചിരുന്നു. ഇത് വലിയ സംഭവമാണോ എന്നാണ് തുടക്കത്തിൽ. കാരണം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. കാരണം അപ്പോൾ 5 പേർ 10 പേർ എന്നുള്ള കണക്കേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് വലിയ രീതിയിൽ ഉള്ളതാണ്, 100, 200, 300 ആയിട്ട് ഇത് റൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യ ടുഡേയാണ് ആദ്യമായിട്ട് ദേശീയ മാധ്യമങ്ങളിൽ ഇത് വലിയ രീതിയിൽ ഏറ്റുപിടിച്ചത്. അവർ ചർച്ചകൾ നടത്തുകയും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് തുടർന്ന് പറയുകയും ചെയ്തു. ഒരുപക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വേറൊരു കാര്യം SKN, മരണസംഖ്യയോടൊപ്പം തന്നെ കേരളത്തെ പോലെ ഇത്രയും മനോഹരമായ പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് അതിൽ പറയുന്നത്. ഡെസ്റ്റിനേഷൻ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, പ്രത്യേകിച്ച് വയനാടും ആ മേഖലകളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, അവിടെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്ന തലത്തിലാണ് CNN അതുപോലെ തന്നെ മറ്റ് റഷ്യയിലെ മാധ്യമങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ രീതിയിലാണ്. എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്ന ഒരു വാദം, അതിലവർ ഇൻ്റർനാഷണൽ ഏജൻസികളെ, ശാസ്ത്രജ്ഞരെ കോട്ട് ചെയ്തിട്ടുണ്ട്. അറേബ്യൻ സീയിൽ, അറബിക്കടലിൽ ഉണ്ടായ വലിയ ചൂട്, അവസ്ഥ, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായി ഇത് പെയ്ച്ച മഴ, ഒരു മാസം പെയ്യേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്യുന്നു. അതാണ് ഒരു പ്രധാന കാരണമായിട്ട്. അപ്പോൾ ജെയിംസെ, പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണെന്നുള്ള വാർത്ത വരുന്നത് അതും കൂടി പറയാം. ഈ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രയേൽ കൂടുതൽ സൈനിക സഹായം തേടിയിരിക്കുന്നു. അമേരിക്ക അത് നൽകുമെന്നറിയുന്നു. വളരെ കടുത്ത ഒരു സാഹചര്യം പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിവരം കൂടി സംക്ഷിപ്തമായി പറഞ്ഞാൽ നമുക്ക് വയനാട്ടിലേക്ക് മടങ്ങിപ്പോകാം. SKN, ഈ വയനാട്ടിലെ ദുരന്തത്തിനിടയിൽ ഒരുപക്ഷെ നമുക്ക് ശ്രദ്ധിക്കാൻ പോവാതെ പോകുന്ന, മാധ്യമങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ പശ്ചിമേഷ്യയിലെ ദുരന്തം, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ. ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ 2 ഓപ്പറേഷനാണ്. ഇറാനിലെ ടെഹ്റാനിൽ ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തി. ഇപ്പുറത്ത് ഹെസ്ബുള്ളയുടെ നേതാവ് കമാൻഡർ ഫുവാദ് ഷുക്കറിനെ കൊലപ്പെടുത്തി. അത് ബെയ്റൂട്ടിൽ വെച്ച് ഇതിന് പ്രതികാരം ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം ഇറാൻ നടത്തിയിരിക്കുന്നു. ഇറാൻ്റെ ആയത്തുള്ള ഖൊമേനി, പരമോന്നത നേതാവ്, ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേൽ അതീവ ജാഗ്രതയാണ്. അയൺ ഡോമുകൾ വെച്ച് പലതരത്തിൽ ഇസ്രായേൽ വളരെ ശക്തമായിട്ട് തന്നെ നേരിടാൻ നോക്കുന്നു. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നു. അവരുടെ ഫൈറ്റർ ജെറ്റ്സിനെ ഇങ്ങോട്ട് തിരിച്ചുവിട്ടിരിക്കുന്നു. UK-യുടെ ഡിഫൻസ് മിനിസ്റ്റർ ജോൺ ഹീലി, അതുപോലെ തന്നെ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ അടക്കം ഇസ്രായേലുമായിട്ട് സംസാരിച്ചുകൊണ്ടൊരു ത്രയം രൂപം കൊള്ളുകയാണ്. ഇറാൻ ആക്രമിച്ചാൽ എന്തൊക്കെ ചെയ്യണം, ഈ ആക്രമണം ഏതാണ്ട് ഉറപ്പാണ് എന്നുള്ള തരത്തിലാണിത്. ഇൻ്റർനാഷണൽ തലത്തിൽ SKN പ്രധാനപ്പെട്ട വിമാന സർവീസുകളെല്ലാം നിർത്തിവെച്ചിരിക്കുന്നു. എയർ ഇന്ത്യ അടക്കം. അത് ടെലവീവിലേക്ക് പോകുന്നില്ല, ലെബനനിലേക്ക് പോകുന്നില്ല. അതുപോലെ ലെബനനിലും ഇസ്രായേലിലുമുള്ള അമേരിക്കക്കാരോട്
യൂറോപ്യൻ ആൾക്കാരോടൊക്കെ തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലെബനൻ ഹെസ്ബുള്ളയായിട്ട് ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹെസ്ബുള്ള വലിയ രീതിയിലുള്ള അറ്റാക്ക് ഇസ്രായേലിൻ്റെ നോർത്തേൺ പാർട്ടിൽ നടത്തുന്നു. തിരിച്ച് ഇസ്രായേൽ വിമാനങ്ങൾ തിരിച്ചടിക്കുന്നു. അപ്പോൾ ഇറാൻ എൻ്റെ സംഭവവാസങ്ങളെ ചൊല്ലി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു എന്ന വാർത്തയും വരുന്നുണ്ട്. ദിസ് ഈസ് നോട്ട് ദ ടൈം. ഇതിപ്പോൾ ഈ സമയമല്ല ഇത് തിരഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെ ഒരു അഗ്രിമെൻറ്റിൻ്റെ അവസ്ഥയിൽ എത്തി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു ചർച്ചയിലേക്കോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കോ പോകേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ള തരത്തിൽ ഉള്ള ഒരു പ്രതികരണമാണ് ജോ ബൈഡൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യ പുകയുകയാണ്. ഏത് നിമിഷവും ഇസ്രായേലും ഇറാനും തമ്മിലുള്ളൊരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യത, ഉണ്ടാവാതിരിക്കട്ടെ എസ്കേൻ, പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. താങ്ക് യു. പി ജെയിംസ് ആണ് ചേർന്നത്. എന്തായാലും വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യ നിലനിൽക്കുന്നത്.